പുറത്തോ അരങ്ങിൽ ഒരു വേഷവും ജോണിന് നൽകാതിരിക്കാൻ ജാഗ്രത പുലർത്തി. കലാമണ്ഡലത്തിൽ ഒരധ്യാപകനാവുക എന്ന ജോണിന്റെ മോഹവും ആഭിജാത്യത്തിന്റെ തമ്പുരാക്കന്മാർ എന്നേക്കുമായി നുള്ളിക്കളഞ്ഞു. ജീവിക്കാൻ കൃഷിയും പാൽക്കച്ചവടവും വരെ ചെയ്യേണ്ടി വന്ന ഈ കലാകാരൻ സവർണ ഹൈന്ദവൻ അല്ലാത്തതുകൊണ്ട് മാത്രം താൻ പഠിപ്പിച്ചതും കൊതിച്ചതുമായ അരങ്ങിൽ നിന്നും ബഹിഷ്കൃതനായി. ആ ബഹിഷ്കൃതന്റെ വേദനയും ദുഃഖവുമായിരുന്നു കഥകളിയുടെ അന്താരാഷ്ട്ര വേദികൾ കീഴടക്കിയ ഇന്നത്തെ ജോണിന്റെ മൂലധനം. കലാമണ്ഡലത്തിൽ ഞാൻ പഠിച്ചു. അവിടെ തന്നെ ഞാൻ വളരെയധികം കാലം വിദേശ വിദ്യാർത്ഥികളെയും സ്വദേശ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കാനായിട്ട് അവിടെ പണിയെടുത്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കലാമണ്ഡലവും ഞാനും രണ്ടല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാസം 350 രൂപയാണ് ശമ്പളം കിട്ടിയിരുന്നത്. അതേസമയത്ത് അവിടുത്തെ അധ്യാപകർക്ക് നല്ല ശമ്പളം ഉണ്ടായിരുന്നു. ഞാൻ താൽക്കാലിക അധ്യാപകനായിരുന്നു എങ്കിലും ഈ താൽക്കാലിക അധ്യാപകനായിരുന്നു എന്നൊരു പ്രതീതി എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് തോന്നിയില്ല. തോന്നാതിരിക്കാനുള്ള കാരണം പുലർച്ചെ 4 മണിക്ക് ഞാൻ കലാമണ്ഡലത്തിൽ ഹാജരാവും. തുടർച്ചയായ ക്ലാസ്സുകൾ എനിക്കുണ്ടാവും. സാധാരണ അധ്യാപകർ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ അവിടെ ചെലവഴിച്ചിരുന്നു ഈ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ഫുൾ ടൈം അധ്യാപകൻ പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ അവിടെ പണിയെടുത്തിരുന്നു. ശമ്പളം കിട്ടുമ്പോൾ മാത്രം എനിക്ക് 350 രൂപ കിട്ടുന്ന അവസരത്തിൽ മാത്രമേ ഞാനൊരു താൽക്കാലിക അധ്യാപകനാണ് എന്നെനിക്കൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ അതെനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നില്ല. പിന്നീട് എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ കലാമണ്ഡലത്തിൽ സ്ഥിര അധ്യാപകനായി തീരും എന്നൊരു മോഹം, ആ ഒരു പ്രതീക്ഷ എനിക്ക് നിലനിന്നിരുന്നു. പക്ഷെ ഞാൻ പല പ്രാവശ്യം ഇൻ്റർവ്യൂകളിൽ ഹാജരാകുകയും സത്യത്തിൽ ഇൻ്റർവ്യൂ ഞാൻ തോക്കുകയല്ലേ ചെയ്തത്. എന്നോട് അവർ പറയുക ചെയ്ത് ഇത്തവണ ഇന്നയാളെ ഞങ്ങൾ എടുക്കാൻ തീർച്ചയാക്കിയിട്ടുണ്ട്, അടുത്ത തവണ ജോണിന് ജോലി തരാം, തുടർന്ന് പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് സത്യത്തിൽ എന്നെ അവർ വിടുകയല്ല, ഇതെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ എന്നെ കലാമണ്ഡലത്തിൽ കൊണ്ടു നടക്കുക ചെയ്തത്. ഇങ്ങനെ നടന്ന അവസാനം ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയും എന്നോടൊപ്പം ഇൻ്റർവ്യൂവിന് ഹാജരാവുകയും ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയെ അവിടെ അധ്യാപകനായി കിട്ടുകയും എനിക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ വരുമ്പോഴാണ് ഞാനും കലാമണ്ഡലവും ഒന്നല്ല രണ്ടാണ് എന്ന് തോന്നുന്നത്. കേരളത്തിന്റെ പാരമ്പര്യ കലകളുടെ ജനകീയത മൂർത്ത സ്വപ്നമായ കലാമണ്ഡലം തന്നെ സ്വന്തം പുത്രനു നേരെ മുഖം തിരിഞ്ഞു നിന്നു. ക്രൈസ്തവനായ ഒരു കഥകളിക്കാരൻ ക്ഷേത്രാങ്കണങ്ങളിലും കുലീന സദസ്സുകളിലും അനഭിമതനാവുക തന്നെ ചെയ്യുമെന്ന് ജോൺ അനുഭവിച്ചു. അങ്ങനെ സ്വന്തമായൊരു സ്ഥാപനം കലാതരംഗിണി ആരംഭിച്ചു. പിന്നെ വളരെ മോശമായ അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വേഷം കെട്ടാൻ ചെല്ലുക, ക്ഷണിച്ചു വരുത്തിയിട്ട് വേഷം കെട്ടാനായിട്ട് ചെന്നിരിക്കുക. അവിടെ ഇരിക്കുമ്പം ജോണ് അല്ലേ, ജോണ് വേഷം കെട്ടണ്ട, അത് ശരിയാവില്ല, കാരണം അത് മോശമാണ്, അമ്പലത്തിൻ്റെ ചുറ്റുപാടുകൾക്ക് ചേർന്നതല്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുക. അവസാനം വേഷം കെട്ടിക്കാതെ ഇറക്കി വിടുക. അങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ പെരുമ്പാവൂർ ഒരമ്പലത്തിൽ വെച്ചിട്ട്, അപ്പോൾ ഹൈദരാലിക്കും അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. ഭക്ഷണം എല്ലാവരും ഊട്ടുവരയിൽ സുഖമായിട്ട് ഭക്ഷണം കഴിക്കുക. ഞാൻ പൊതിചോറ് പാടത്തിൻ്റെ വരമ്പത്ത് ഇരുന്ന് പൊതിചോറ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മോശമായ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു പ്രതിബന്ധമായിട്ടില്ല, എൻ്റെ കല കൊണ്ടു നടക്കുന്നതിനൊരു പ്രതിബന്ധമായിട്ടില്ല. കലാമണ്ഡലം പോലൊരു സ്ഥാപനം എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ, സ്വന്തമായിട്ട് നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് കലാതരംഗിണി എന്നൊരു സ്ഥാപനം കലാമണ്ഡലത്തിൻ്റെ അടുത്ത് തുടങ്ങാൻ തീർച്ചയാക്കിയത്. അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ സ്ഥലമെടുത്ത് അവിടെ സ്ഥാപനം ആരംഭിച്ചു. വാനപ്രസ്ഥത്തിൻ്റെ കോപ്പ്, കഥകളി കോപ്പ് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി കഥകളി ഒരു ട്രൂപ്പ് എന്നുള്ള രീതിയിൽ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. പണിയില്ലാതെ നടക്കുന്ന ഒരുപാട് കലാകാരന്മാരെ ഞാൻ ക്ഷണിച്ച് അവിടെ കലാതരംഗിണിയുമായിട്ട് ബന്ധപ്പെടുത്തി പ്രോഗ്രാമുകൾ നടത്തി. പിന്നെ വിദേശ യാത്രയിൽ ഒരുപാട് കലാകാരന്മാർ ചില സമയങ്ങളിൽ 16 പേരെ 12 പേരെ 8 പേരെ അങ്ങനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ധാരാളം വിദേശ യാത്രകൾ ഞാൻ സംഘടിപ്പിച്ചു.
ജന്മദേശവും മാതൃവിദ്യാലയവും തമസ്കരിച്ച ജോണിലെ കഥകളി കലാകാരൻ വിദേശ അരങ്ങുകളിൽ പൂത്തുലഞ്ഞു. കലാമണ്ഡലത്തിൽ വെച്ച് വിദേശ വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കാൻ സാധിച്ചത് ജോണിന്റെ കലാജീവിതത്തിൽ രണ്ടാം ജന്മമായി. ലോകത്തെമ്പാടു നിന്നും തിയേറ്റർ ആക്ടിവിസ്റ്റുകളും കലാവിദ്യാർത്ഥികളും ഗവേഷകരും അദ്ദേഹത്തെ തേടി കലാതരംഗിണിയിലെത്തി. അമേരിക്ക, മെക്സിക്കോ, കാനഡ, ഇറ്റലി, ഫ്രാൻസ്, നെതർലാൻഡ്സ്, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഓസ്ട്രിയ, ഓസ്ട്രേലിയ, ശ്രീലങ്ക, സ്പെയിൻ, കൊളംബിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ കലാമണ്ഡലം ജോൺ കഥകളിയുടെ അപരനാമധേയമായി. ലോകരാജ്യ തലസ്ഥാനങ്ങളിലെ പ്രശസ്തമായ ഇന്ത്യൻ ഫെസ്റ്റിവലുകളിൽ കലാതരംഗിണിയും ജോണും ഭാര്യ മേരി ജോണും കേരളീയ നൃത്ത പാരമ്പര്യത്തിന്റെ അംബാസഡർമാരായി. 1981 മുതൽ ഇടതടവില്ലാതെ വിദേശയാത്രകളിൽ തന്നെ ഒരിക്കൽ പുറന്തള്ളിയ കുലീന പാരമ്പര്യത്തിലെ കലാകാരന്മാർ തന്നെ ജോണിന്റെ സംഘത്തിൽ അനുയാത്രികരായി. ഇന്ന് നിരവധി അമേരിക്കൻ, യൂറോപ്യൻ, ലത്തീൻ അമേരിക്കൻ കലാകേന്ദ്രങ്ങളിൽ ഇദ്ദേഹം കഥകളിക്കായി ഹ്രസ്വകാല കോഴ്സുകളും വർക്ക്ഷോപ്പുകളും സ്ഥിരമായി നടത്തുന്നുണ്ട്. കഥകളി പരിശീലനത്തെ ആധുനീകരിക്കുകയും താരതമ്യ കലാപഠനത്തിന്റെ ലോക പശ്ചാത്തലത്തിലേക്ക് കഥകളിയുടെ സൗന്ദര്യശാസ്ത്രത്തെ ആനയിക്കുകയും ചെയ്യുക വഴി കഥകളിയിലെ ജോൺ സ്കൂൾ ചരിത്ര പ്രാധാന്യം നേടുകയാണ്. 1975 കുറച്ച് വിദേശ വിദ്യാർത്ഥികൾ കാനഡയിൽ നിന്നും വന്നു. ഗോപിയാശാനെയാണ് അവർ കലാമണ്ഡല അധികൃതരെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നതുകൊണ്ട് കുറേശ്ശെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് ഗോപിയാശാനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ നിയോഗിക്കുകയുണ്ടായി. അങ്ങനെ ഒരാഴ്ച കാലം ഞാൻ അവരെ പഠിപ്പിച്ചു. അതിൻ്റെ തൊട്ടടുത്ത വർഷവും 76 അവരെത്തിയപ്പോൾ ഞാൻ പഠിപ്പിക്കണം എന്ന് കലാമണ്ഡലത്തിലേക്ക് അവർ എഴുതി. അങ്ങനെ ഞാൻ 76 അവരെ പഠിപ്പിക്കുകയും ചെയ്തു. രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ ക്ലാസ്സിൽ പോകും. ഉച്ച കഴിഞ്ഞ് ഞാൻ അവർക്ക് ക്ലാസ് എടുക്കും. അങ്ങനെയായിരുന്നു അത് നടത്തിയിരുന്നത്. പിന്നെ തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും വിദേശ വിദ്യാർത്ഥികൾ വരുമ്പോൾ എന്നെ പഠിപ്പിക്കാനായിട്ട് നിയോഗിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ധാരാളം വിദേശ യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുക്കാൻ പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ കലാമണ്ഡലത്തിൽ നിൽക്കുകയായിരുന്നു എങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1981 ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകുന്നത്. അത് സത്യത്തിൽ കലാമണ്ഡലം ട്രൂപ്പിനോടൊപ്പമാണ് പോയത്. ICCRന്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചെലവിലാണ് അത് നടന്നിട്ടുള്ളത്. 3 മാസം അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അന്ന് 16 പേര് ട്രൂപ്പിലുണ്ടായിരുന്നു. രാമൻകുട്ടി നാരാശാൻ തുടങ്ങി പ്രഗത്ഭരായ ആൾക്കാർ അന്ന് ട്രൂപ്പിലുണ്ടായിരുന്നു. അന്ന് പ്രോഗ്രാം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്ന അന്ന് കലാമണ്ഡലം രാമൻകുട്ടി വാര്യരാശാന്, അതായത് അന്നത്തെ സംഗീത അധ്യാപകനാണ്, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശത്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് 3 മാസം ഞാൻ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ പരിചരിച്ച് വിദേശത്ത് അമേരിക്കയിൽ താമസിച്ചു. അന്ന് എനിക്ക് കിട്ടിയ വളരെയധികം അനുഭവങ്ങൾ പിന്നീട് എനിക്ക് ഗുണമായി. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും വിദേശികളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള ആ ഒരു ചിട്ട എനിക്ക് ആ 3 മാസം കൊണ്ട് കിട്ടി. തന്നെയുമല്ല, ആശാന്റെ അനുഗ്രഹം എനിക്ക് വളരെയധികം കിട്ടി. അതിൻ്റെ ഒരു അനുഗ്രഹമാകാം ഞാൻ തിരിച്ച് ഇവിടെ എത്തിയ ഉടനെ തന്നെ വീണ്ടും എന്നെ ഇറ്റലിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. തുടർച്ചയായിട്ട് ഞാൻ നാട്ടിലേക്ക് വരികയും ഉടനെ തന്നെ എനിക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായി വരുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു അന്ന് ആശാന്മാരോട് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് അവരിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.